സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 2 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് സ്വദേശികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിയായ 54-കാരി റംലയുമാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 2 പേരും മരിച്ചത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജന, ആ ഭാഗങ്ങളിൽ ഈ മസ്തിഷ്ക ജ്വരം, അമീബിക് മസ്തിഷ്ക ജ്വരം കുറച്ചധികം പേരെ ബാധിച്ചിട്ടുണ്ട്. അതിലൊരു നേരിയ ആശങ്കയും നിലവിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മതിയെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ 3 മാസം പ്രായമായ കുഞ്ഞിന് എങ്ങനെയായിരിക്കും ഈ രോഗം പിടിപെട്ടത്? അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്കും അതിനുള്ള സാധ്യതയുണ്ടോ? കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിൽ കുളിക്കുമ്പോഴും അത് മൂക്കിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോഴും മാത്രം അല്ലാതെയും ഈ രോഗം വരുമോ തുടങ്ങിയ ആശങ്കകളുമുണ്ട്. ആരോഗ്യവകുപ്പ് എന്ത് നടപടികളാണ് ഇതിലെടുക്കുക ഇനി? രാവിലെ തന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. 24 മണിക്കൂറിനിടയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു എന്നുള്ളത്. അന്നശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുഞ്ഞ്, അന്നശ്ശേരി സ്വദേശിയായ അബ്ദുൾ സാദിഖിന്റെ മകനാണ്. 3 മാസം പ്രായ ആൺകുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞ് കഴിഞ്ഞ 28 ദിവസമായി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. മറ്റൊന്ന് മലപ്പുറം വേങ്ങര സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്, 54-കാരിയായ റംല. ഇവരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. കുഞ്ഞിന് രോഗം ബാധിച്ചിരിക്കുന്നത് വീട്ടിലെ കിണറ്റിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ വെള്ളം സാമ്പിൾ നോക്കിയപ്പോൾ അമീബയുടെ സാന്നിധ്യം കിണറ്റിലെ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. അത് ഏറെ ആശങ്കപ്പെടുത്തിയിരുന്നു. ഈ നാട്ടിലായാൽ പോലും കാര്യമായ ബോധവൽക്കരണവും ഒക്കെ കൊടുത്തിരുന്നു, ക്ലോറിനേഷൻ നടത്തിയിരുന്നു. ഈ കുഞ്ഞിൻ്റെ വീട്ടിലെ ഈ കിണറ്റിൻ്റെ സമീപത്തായി ഒരു അഴുക്ക് ചാലുണ്ടായിരുന്നു. അതിൽ നിന്നും ആയിരിക്കാം അമീബ ഈ കിണറ്റിലെ വെള്ളത്തിലേക്ക് പ്രവേശിച്ചതെന്നുള്ള നിഗമനമൊക്കെ ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. ഏതായാലും കിണറ്റിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിൽ അമീബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരീകരണമൊക്കെ വരാനായിട്ട് കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കഴിഞ്ഞ 28 ദിവസമായി ഈ കുഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് റംലയ്ക്ക് രോഗബാധ ഉണ്ടാകുന്നത്. പിന്നീട് ഓഗസ്റ്റ് 11 ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഏതായാലും വയനാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നായി കുറേ പേർ ഇതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മാസ് ക്ലോറിനേഷൻ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ നടപടികളും എടുത്തിരുന്നു. ഒരു സംസ്ഥാന വ്യാപകമായി മാസ് ക്ലോറിനേഷൻ അമീബയെ തടയാൻ നമ്മൾ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചൂടുകാലത്ത് അമീബ കൂടുതലായിട്ട് വിഘടിക്കുന്നു, അതിൽ നിന്നാണ് ഈ അസുഖം വരിക, അഴുക്കുചാലിൽ നിന്നാണ് വരിക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഴക്കാലമാണ്. ഈ സമയത്തും ഇത്തരത്തിൽ ഇങ്ങനെ അസുഖം പടർന്നു പിടിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ്. ഏതായാലും കാര്യമായ നടപടി ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കും, ആശങ്ക അകറ്റാനുള്ള മാർഗം സ്വീകരിക്കുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അഞ്ജന സുകുമാരനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏതായാലും ആശങ്കാജനകമായ ഒരു സിറ്റുവേഷൻ, ഒരവസ്ഥ തന്നെയാണ് അവിടെയുള്ളത്. 24 മണിക്കൂറിനിടയിലാണ് ഈ 2 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്